ഹലോ. അതെ, ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പം ഞാൻ മാത്രം ഞെട്ടിയേ പോരല്ലോ, നിങ്ങൾ ഞെട്ടണ്ടേ? ദേ ഒന്ന് ഞെട്ടിക്കോ കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ റംബുട്ടാനിൽ ഒരെണ്ണം പഴുത്തു ഗൈസ്. ഒരെണ്ണം പഴുത്തു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്ന് പഴുത്ത് ആ ഒരു കഴിക്കാൻ പാകത്തിനൊക്കെ ആയി വരുന്നു. പിന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, ഈ റംബുട്ടാൻ പലതരം ഉണ്ടല്ലോ, നാടനും പിന്നെ നമ്മുടെ ഈ ടൈപ്പ് സാധനമുണ്ട്. നാടൻ്റെ പ്രശ്നം വെച്ചാൽ കുരുവിന് അധികം ഫ്ലഷി ആയിരിക്കത്തില്ല. ആ സമയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അണ്ണാനാശന്മാർക്കൊക്കെ എന്തോ ഇഷ്ടമാണെന്നറിയോ, ഈ പച്ച പരുവായി നിൽക്കുമ്പോൾ തന്നെ അവർ വന്ന് ഇത് കഴിച്ചുകൊണ്ട് പോകും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബഹളം തന്നെയായിരിക്കും കേട്ടോ. അണ്ണാനും മരംകൊത്തിയും അങ്ങനെയുള്ള സകല ജീവിജാലകളും, മരംകൊത്തിയൊക്കെ റയറായിട്ടേ വരുള്ളൂ, മരംകൊത്തിയൊക്കെ വരും. പിന്നെ നമ്മുടെ എന്താണ് കിങ് ഫിഷർ ഇല്ലേ, അത് വരുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുളത്തിൽ നിന്നുള്ള മീനെ പിടിക്കാൻ. പിന്നെ കൊക്ക്, അങ്ങനെയുള്ള സകലമാന പക്ഷികളും. പറ്റുമെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടി എല്ലാവരും ഇതിൻ്റെ ചോട്ടിലായിരിക്കും. എല്ലാവരും ഇതിൻ്റെ ഫാൻസാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും കാണുന്ന ആ സ്ഥിരം കാഴ്ചയില്ല, ഏത് വലയിട്ട് മൂടുന്ന ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളും കഴിക്കും, അവരും കഴിക്കട്ടെ, ഇവർക്കും കൂടെയൊക്കെ അർഹതപ്പെട്ടതാണല്ലോ ഈ ഫ്രൂട്ട്സ് എന്നാണ് നമ്മുടെ ഇച്ചായൻ്റെ ഒരു തിയറി കേട്ടോ. അപ്പം അത് കാരണം ആരെങ്കിലുമൊക്കെ പാലാ വഴി ഒരു ഓഗസ്റ്റ് മാസമൊക്കെ പോകുന്നുണ്ടെങ്കിൽ വന്നാൽ ഇതിൻ്റെ ഒരു പങ്ക് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഓഗസ്റ്റ് ആകുമ്പോഴേ ഇതൊരു പഴുക്കുള്ളൂ, നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാം പച്ച നിറത്തിൽ നിൽക്കുക. അപ്പം അത്രയൊക്കെ ഉള്ളൂ, തീർന്നിട്ടില്ല. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. പക്ഷേ എന്തോ പച്ചയ്ക്ക് നിന്ന് ഒടിഞ്ഞു പോയി ഇരുന്നൊക്കെ പഴുക്കുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ റെഡ് ലേഡി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷം. ബൈ.